ഹരേ കൃഷ്ണ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ചെറിയ കുട്ടികൾ ഈ സമുദ്രത്തിൻ്റെ തീരത്തിരുന്ന് കളിക്കാറുണ്ട്. അപ്പോൾ അച്ഛനമ്മമാർ ആ കളി നോക്കി നിന്ന് രസിക്കാറുണ്ട്. ചിലപ്പോൾ അവർ ഈ കളിവീടുണ്ടാക്കും. ഈ സമുദ്രത്തിൻ്റെ തീരത്ത് മണലിൽ അവർ കളിവീടുകളുണ്ടാക്കും. കളിവീടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ തിരമാല ഇങ്ങനെ കുറച്ച് അടുത്ത് വരും, പിന്നെ അടുത്ത് വരും. കുട്ടികൾക്ക് പേടിയാണ്. ഈ കളിവീടിന് എന്തെങ്കിലും പറ്റിയാലോ അതിലിങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക കുട്ടികൾ. എൻ്റെ വീട് നല്ലത്, എൻ്റെ വീട് നല്ലത് എന്നിങ്ങനെ വിചാരിച്ച് കുട്ടികൾ ഇങ്ങനെ അഭിമാനിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ആ തിരകൾ വരുമ്പോൾ അവർക്ക് പേടിയാവും. പിന്നെ തിര തിരിച്ചു പോകും, വീണ്ടും തിര വരും. അങ്ങനെ ഒരു വലിയ തിര വന്നിട്ട് ഈ കളിവീടുകൾ മുഴുവൻ ഒന്നിച്ച് ആ കടലിലേക്ക് അങ്ങോട്ട് ആ തിരയിലങ്ങോട്ട് പോവുകയാണ്. ഇത് കണ്ട സമയത്ത് കുട്ടികളൊക്കെ പൊട്ടിക്കരയാണ്. ഇങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്ത് ഈ അച്ഛനമ്മമാർ ദൂരെ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ നിസ്സാരമായിട്ടുള്ള അവസ്ഥ അവർക്കറിയാം. ഈ കളിവീടുകൾ ഇത്രയേ ഉള്ളൂ, നിസ്സാരമായത്, കുട്ടി കരയേണ്ട കാര്യമില്ല. അമ്മ വന്നിട്ട് ആ കുട്ടിയെ എടുത്തിട്ട് നമ്മൾക്ക് അത് സാരമില്ല, പോട്ടെ, നമുക്ക് ഇനിയും വീടുണ്ടാക്കാട്ടോ എന്ന് പറഞ്ഞാൽ കുട്ടിയെ എടുത്തിട്ട് മാറോടണിക്കുകയാണ്. ഇതേപോലെയാണ് ഭഗവാൻ നമ്മൾക്ക് തന്നിട്ടുള്ള ഭൗതികമായ സുഖങ്ങൾ. ഭൗതികമായ സുഖങ്ങൾ നമ്മൾ ഈ കടൽ തീരത്തുണ്ടാക്കുന്ന മണൽ കൊണ്ടുള്ള വീടുകളെ പോലെയാണ്. ഭഗവാന്റെ കുട്ടികളാണ് നമ്മൾ. അങ്ങനെ നമ്മളതൊക്കെ നല്ലതാണെന്ന് അത് ശാശ്വതമാണെന്ന് അങ്ങനെ ആനന്ദിച്ച് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കാലത്തിൻ്റെ പ്രവാഹം വരും. അതിൻ്റെ ഇടയിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഓരോന്നും നഷ്ടപ്പെടുന്ന സമയത്ത് വല്ലാതെ സങ്കടപ്പെടും കുട്ടികൾ. കളിവീട് നഷ്ടപ്പെട്ട് കരയുന്നത് പോലെ നമ്മൾ ഭൗതികനായ ഒരാൾ, ബദ്ധജീവനായിട്ടുള്ള ഒരാളെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. ഭഗവാനത് കണ്ടു നോക്കി നിൽക്കും. ഭഗവാൻ രാധാറാണി ശ്രീകൃഷ്ണ ഭഗവാനും പുഞ്ചിരിക്കും. കാരണം ഇതൊക്കെ നഷ്ടപ്പെട്ടത് എന്തിനാണ്? ഭഗവാന് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പല കഥകൾ പറയുന്ന കൂട്ടത്തിൽ ഗുരുനാഥന്മാരൊരു കഥയെക്കുറിച്ച് പറയാറുണ്ട്. അതായത് ഒരു കുരുവി, ഭഗവാൻ വിചാരിച്ച സാധിക്കാത്ത ഒന്നുമില്ല, ഒരു കുരുവി. ആ കുരുവി സമുദ്രതീരത്തുള്ളൊരു മരത്തിൻ്റെ മുകളിലാണ് അതിൻ്റെ കൂടുണ്ടായിരുന്നത്. അതിൽ ആ കുരുവി 5-6 മുട്ട ഇട്ടു. ആ മുട്ടകൾ ചിലതൊക്കെ വിരിയാറായിരിക്കുന്നു. അപ്പോൾ ഈ കുരുവിക്ക് ഈ മുട്ടകളോട് എന്തൊന്നുമില്ലാത്ത സ്നേഹമാണ്. ആ സമയത്ത് ആ മുട്ടകൾ എന്തോ ഒരു കാറ്റ് വന്ന് ഈ മുട്ടകളെല്ലാം കടലിലേക്ക് വീണു, തിരയടിച്ച് വന്നിട്ട് അതിലേക്ക് വീണു. അപ്പോൾ ഈ കുരുവി സമുദ്രനാരായണനോട് പറഞ്ഞു, എൻ്റെ ഈ മുട്ടകൾ ഒന്ന് തിരിച്ചു തരുമോ? അത്രയും സ്നേഹമാണെങ്കിൽ മരിച്ചു പോകും ഞാൻ. ആ കുട്ടികളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തരാൻ പറ്റുമോ ചോദിക്കാണ്. അയ്യോ, എനിക്ക് തിരിച്ചു തരാനൊന്നും പറ്റില്ല. ഒരു കിളിയുടെ മുട്ട ഇതിൽ വീണു, കടലിൽ വീണു, തിരമാല അതെവിടെയോ എത്തിയിട്ടുണ്ടാവും, ഞാനെങ്ങനെ തിരിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എത്രയോ അപേക്ഷിച്ചു. അപ്പോൾ ആ കുരുവി പറഞ്ഞു, ഞാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ സമുദ്രം മുഴുവൻ കുടിച്ചു വറ്റിക്കുമെന്ന് പറയാണ്. കിളി വെച്ച സമുദ്രം കുടിച്ചു വറ്റിക്കാൻ പറ്റുമോ? സമുദ്രനാരായണൻ വിചാരിച്ചു അന്നത് ശ്രമിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു കവിള് വെള്ളം ഇങ്ങനെ കൊക്കുകൊണ്ട് കൊത്തും, എന്നിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി തുപ്പും. ഇത് കണ്ട സമയത്ത് അതിൻ്റെ കൂടെ മറ്റ് കുറേ കിളികളുണ്ട്. ഈ കിളികൾ എന്ത് ചെയ്തു? അവരും കൂടി ഈ കിളിയുടെ കൂട്ടത്തിൽ കൂടുകയാണ്. എന്തിന്? ഈ വെള്ളം കടൽ വറ്റിക്കാനേ. ഈ വെള്ളം കൊണ്ടുപോയിട്ട് അവർ ഇങ്ങനെ കൊക്കിൽ ആ വെള്ളം എടുക്കും, എന്നിട്ട് കുറച്ചേ ഉള്ളൂ, അത് കൊണ്ടുപോയിട്ട് മറുഭാഗത്ത് കൊണ്ടുപോയി തുപ്പും. ഇങ്ങനെ ഇതെല്ലാം കൂടി കണ്ട സമയത്ത് ഈ എവിടെയുള്ള കിളികൾ മാത്രമല്ല, ഈ കുരുവിയുടെ കൂടെ ഉള്ള എത്രയോ കുരുവികളുണ്ട്. അതായത് ഒരുപാട് കുരുവികളുണ്ട് അതിൻ്റെ വർഗ്ഗം. അതെല്ലാവരും വന്നാണ്. ഇവരൊക്കെ സമുദ്രതീരത്ത് വന്നിട്ട് വെള്ളം ഇങ്ങനെ ചുണ്ടുകൊണ്ടെടുക്കുക, എന്നിട്ട് കൊണ്ടുപോയിട്ട് പുറത്തേക്ക് കളയുക. അതോടുകൂടി എന്ത് ചെയ്തുകൊണ്ടെങ്കിൽ പക്ഷികൾ, എല്ലാ പക്ഷികളും, എവിടെയൊക്കെ പക്ഷികളുണ്ടോ പക്ഷികളൊക്കെ വന്നു സമുദ്രതീരത്ത്. ഒരേ ഒരാവശ്യം, എന്ത്? ഈ സമുദ്രത്തിൻ്റെ അടിയിൽ പോയിട്ടുള്ള മുട്ട, അതിൻ്റെ കൂടെ മുട്ട തിരിച്ച് കിട്ടണം.
അതിന് വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി സമുദ്രത്തിലെ ആ വെള്ളം ഇങ്ങനെ കുടിച്ച് വറ്റിക്കും. നാരദ മഹർഷി ആകാശത്തിൽ കൂടെ സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് നാരദ മഹർഷി കാണുകയാണ് എന്ത് സമുദ്രത്തിനെ കാണാത്ത വിധത്തിലാണ് പക്ഷികൾ, അനേകം പക്ഷികൾ വന്നിട്ട് ഇത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നാരദ മഹർഷി വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ കുരുവി പറഞ്ഞു, എൻ്റെ മുട്ട നഷ്ടപ്പെട്ടു പോയി, ഇവിടെ ഈ സമുദ്രത്തിൽ നഷ്ടപ്പെട്ടു പോയി, അതെങ്ങനെങ്കിലും വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി കൂട്ടായിട്ടൊരു പ്രവർത്തനമാണെന്ന് പറയുകയാണ്. ഓ നന്നായി, നാരദ മഹർഷി പറയുകയാണ്. എന്നിട്ട് നാരദ മഹർഷി നേരെ ഗരുഡൻ്റെ അടുത്ത് പോയി. ഗരുഡനോട് പറഞ്ഞു, എൻ്റെ അങ്ങയുടെ വർഗത്തിൽപ്പെട്ടവരാണ് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊന്നിച്ചുള്ള ഈ പ്രവർത്തനം അതിന് എന്തെങ്കിലും ഒരു ഫലം കാണണ്ടേ, ഒന്ന് അങ്ങയുടെ ഈശ്വരനോട് ഒന്ന് പറയൂ സംഭവം എന്ന് പറയാണ്. അപ്പോൾ ഗരുഡൻ ഇതെല്ലാം കൂടി കണ്ടു. ഇതെല്ലാം ഗരുഡൻ വന്നൊക്കെ നോക്കി. അപ്പോൾ ഗരുഡന് തോന്നി ഈ വിവരം ഒന്ന് ഭഗവാനോട് പറയണമെന്ന് തോന്നി. അങ്ങനെ മഹാവിഷ്ണു ഭഗവാനോട് ഈ വിവരങ്ങൾ അറിയിക്കുകയാണ്. മഹാവിഷ്ണു ഭഗവാനോട് ഭഗവാന് ആ കുരുവിയോട് എന്തൊന്നില്ലാത്ത കരുണ തോന്നി. അപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ പറഞ്ഞു, എൻ്റെ സുദർശനത്തിനെ ഞാൻ അയക്കണമെന്ന് പറയാണ്. അങ്ങനെ സുദർശന ചക്രത്തിന് എത്രയാണ് അതിൻ്റെ ശക്തി? തൽ സൂര്യകോടി പ്രതിമം സുദർശനം ജാജ്വല്യമാനം പ്രളയാനലപ്രഭം എന്നാണ് പറയുന്നത്. 100 കോടി സൂര്യൻ്റെ തേജസ്സാണ് ഈ അത്രയും ശക്തിയും ചൂടും വമിപ്പിക്കാനുള്ള കഴിവ് സുദർശന ചക്രത്തിനുണ്ട്. സുദർശനം വന്നിട്ട് ആകാശദേശത്ത് അനേകം സൂര്യന്മാരായിട്ട് ഉദിക്കാൻ തുടങ്ങി. അതോടുകൂടെ അത് മുഴുവൻ ഒന്നിച്ച് ഭൂമിയിലേക്ക് അതിൻ്റെ പ്രകാശം പ്രകാശം ചൂടും പ്രകാശവും ഭൂമിയിലേക്ക് വിടാൻ തുടങ്ങി, സമുദ്രത്തിലേക്ക്. ആ സമുദ്രം തന്നെ സമുദ്രം ഞാൻ വറ്റിക്കുന്നാണ് ആ കുരുവി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സമുദ്രത്തിലെ വെള്ളം ചുട്ടുപൊള്ളാൻ തുടങ്ങി, സമുദ്രത്തിലെ വെള്ളം കുറയാൻ തുടങ്ങി. അതിൽ ജലജീവികളൊക്കെ വല്ലാതെ കഷ്ടത്തിലായി. അവർക്ക് സമുദ്രനാരായണൻ, സമുദ്രദേവൻ സാക്ഷാൽ വൈകുണ്ഠനാരായണൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ശരണാഗതി പ്രാപിച്ചു. അവിടുന്ന് നശിപ്പിക്കരുതേ എന്നെ എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ പറയാണ്, അതെ ആ കുരുവിയുടെ ആ അമ്മയ്ക്ക് അതിൻ്റെ കുട്ടികൾ നഷ്ടപ്പെട്ട സമയത്ത് എത്ര സങ്കടം ഉണ്ടാവും. അതുകൊണ്ട് ആ മുട്ടയും കൂടും കൂടി വിട്ടുകൊടുക്കൂ, അല്ലെങ്കിൽ ഞാൻ സമുദ്രത്തിനെ മുഴുവൻ വറ്റിച്ചിട്ട് മുഴുവൻ നീരാവിയാക്കിയിട്ട് മാറ്റും എന്ന് ഭഗവാൻ പറയാണ്. അങ്ങനെ ഭഗവാന്റെ കരുണ കൊണ്ട് ഈ കുരുവിക്ക് തന്നെ നഷ്ടപ്പെട്ട കൂടും മുട്ടയും എല്ലാം തിരിച്ചു കിട്ടി. ഇതേപോലെയാണ് ശ്രീല പ്രഭുപാദർ ഒറ്റയ്ക്കാണ് ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്, അല്ലേ? അങ്ങനെ ഒറ്റയ്ക്ക് ആരംഭിച്ചിട്ടുള്ള ഈ പ്രസ്ഥാനം എങ്ങനെ ആ ശ്രീല പ്രഭുപാദരുടെ ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, അതുകൊണ്ട് ഒറ്റയ്ക്ക് പ്രിൻ്റ് എടുക്കുക, അല്ലെ? 1 മണിക്കൂർ മാത്രം പ്രഭാതം ഉറങ്ങിയിരുന്നത്, 1 മണിക്കൂർ മാത്രമേ ഉറക്കുള്ളൂ. നിരന്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? ആ ബാക്ക് ടു ഗോഡ് ഹെഡ് അതൊക്കെ അവിടുന്ന് വിതരണം ചെയ്യാൻ ആ ഡൽഹിയിലൊക്കെ അതിഭയങ്കരമായിട്ടുള്ള ചൂടും തണുപ്പും സഹിക്കാൻ വയ്യാതെ അവിടെയൊക്കെ എത്രയോ തവണ ശ്രീല പ്രഭുപാദർ കുഴഞ്ഞു വീണിട്ടുണ്ട്, വഴിയിൽ കുഴഞ്ഞു വീണിട്ടുണ്ട്. അതിഭയങ്കരമായിട്ടുള്ള ചൂടും മഞ്ഞ് സഹിച്ച് ശ്രീല പ്രഭുപാദർ. പിന്നീടാണ് ശ്രീല പ്രഭുപാദർ നേരെ വിദേശത്തിലേക്ക് അമേരിക്കയിലേക്ക് പോയത്. 70 വയസ്സിന് ശേഷം 70 വയസ്സാവാറായപ്പോഴാണ് അമേരിക്കയിലേക്ക് ശ്രീല പ്രഭുപാദർ പോയത്. ഒരേ ഒരു വിശ്വാസം, അതായത് ശുഭാപ്തി വിശ്വാസം, ഗുരുനാഥനോടുള്ള വിശ്വാസം, ശ്രീകൃഷ്ണ രാധാകൃഷ്ണന്മാരോടുള്ള വിശ്വാസം, വൃന്ദാവന ധാമത്തിനോടുള്ള വിശ്വാസം, ചൈതന്യ മഹാപ്രഭുവിനോടുള്ള വിശ്വാസം, അതിന് ആ ഒരു ഉറച്ച തീരുമാനം. ഈ കുരുവി ഒരു ഉറച്ച തീരുമാനം എടുത്തല്ലോ, ഞാൻ എൻ്റെ മുട്ടകൾ തിരിച്ചെടുക്കും, എൻ്റെ കൂട് തിരിച്ചെടുക്കും, ആ കുട്ടികളെ ഞാൻ തിരിച്ചെടുക്കും, സമുദ്രത്തിൽ ഞാൻ വറ്റിക്കുന്നുള്ളത്. ഇതേപോലെ നമ്മൾ ഭവസാഗരത്തിനെ, ഭൗതികമാവുന്ന ഈ ഒരു വലിയൊരു സാഗരം, ഒരു കടൽ പോലെയാണ്. അതിനെ മുഴുവൻ വറ്റിക്കാനായിട്ട്, ഭവസാഗരത്തിൻ്റെ ശോഷണത്തിനായിട്ടാണ് ശ്രീല പ്രഭുപാദർ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾക്ക് തന്നിട്ടുള്ളത്, ശ്രീമൽ ഭാഗവതം നമ്മൾക്ക് തന്നിട്ടുള്ളത്, ഭഗവത്ഗീത തന്നിട്ടുള്ളത്, അനേകം ഗ്രന്ഥങ്ങൾ. ശ്രീല പ്രഭുപാദർ പറയാറുണ്ട്, ഇതൊന്നും ഞാൻ എഴുതിയതല്ല,
കൃഷ്ണൻ എന്നെക്കൊണ്ട് എഴുതിച്ചതാണ്. അതുകൊണ്ട് ഇതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് കൃഷ്ണനെ കാണാൻ സാധിക്കും. എനിക്ക് ശരണാഗതി പ്രാപിക്കാൻ എൻ്റെ ശിഷ്യന്മാരെന്ന് ഞാൻ പറയണില്ല, നിങ്ങളെല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാന്റെയാണ്. അപ്പോൾ ഇതിൽ ഭഗവാനെ പിന്തുടരാൻ ഞാൻ പറയും നിങ്ങളോട് എന്ന് ശീല പ്രഭുപാദർ പറയാറുണ്ട്. അപ്പോൾ ഒരു കൂട്ടായിട്ടുള്ള സംഘം ചേർന്നിട്ടുള്ള ഭഗവാന്റെ തിരുനാമജപം, സംഘം ചേർന്നിട്ടുള്ള ഭാഗവത പാരായണം, സംഘം ചേർന്നിട്ടുള്ള പ്രവർത്തനം, കുരുവികൾ എല്ലാം പക്ഷികൾ ഒന്നിച്ച് ചേർന്നിട്ട് അവർ കൂട്ടായിട്ടുള്ള ശ്രമം കൊണ്ട് ആ പക്ഷിക്ക് തൻ്റെ ഉദ്ദേശം സാധിച്ചതുപോലെ നമ്മൾക്കും ആ ഉദ്ദേശം സാധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മളുടെ ഗുരുനാഥന്മാർ, ശ്രീല പ്രഭുപാദർ ഗുരുനാഥന്മാർ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.